மாடி வாடி வந்து கட்டி கூடி நெத்தியடி சிக்கிட்டேனே வா கொட்டு വെൽക്കം ബാക്ക് ടു NJNJK. നമ്മളിപ്പോൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ലവ് ഇൻഷുറൻസ് കമ്പനി, അതായത് LIK എന്ന് പറയുന്ന മൂവിയുടെ ഒരു സോങ് വന്നിട്ടുണ്ട് 5 days മുന്നേ ആണ്. എന്തായിരുന്നു? പട്ടുമാന്ന് ഇട്ടേക്കണത്. ഞാൻ ആദ്യം പാത്തുമാന്നൊക്കെയാണ് ആദ്യം വായിച്ചത്. പിന്നെ ഞാൻ തമിഴാണല്ലോ, അപ്പൊ വേറെ എന്തെങ്കിലും ആയിരിക്കും മനസ്സിലായി. പട്ടുമാന്നാണ്. നമുക്കറിയാം പ്രദീപ് രംഗനാഥൻ അദ്ദേഹത്തിന്റെ മൂവീസ് ഇപ്പൊ ഏകദേശം അടുപ്പിച്ച് 3 മൂവീസ് എന്താ പറയാ ഹിറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. അത് മാത്രല്ല അദ്ദേഹം ഡയറക്ട് ചെയ്ത പടാണെങ്കിലോ ആക്ട് ചെയ്ത പടാണെങ്കിലോ ഒന്നിലൊരു ഫ്ലോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. എല്ലാം എന്താ പറയാ ഭയങ്കര സക്സസ്ഫുൾ ആണ്. അതായത് ഒരു എല്ലാം നല്ല രീതിയിലാണ്. പ്രത്യേകിച്ച് നമ്മളെ തെലുങ്കിലുണ്ടായിരുന്നില്ലേ മറ്റേ ആള് എന്തായിരുന്നു, മറ്റേ ഇതിനകത്ത് തില്ലിന്റെ ആള്, DJ തില്ലിന്റെ ഒരു ഭയങ്കര ഒരു ട്രെൻഡ് ആയിരുന്നില്ലേ? ഏകദേശം അതിനേക്കാളും ഒരു ട്രെൻഡാണ് അതിനുശേഷം പിന്നെ ഏതൊരു പടം ഫ്ലോപ്പ് ആയിരുന്നില്ല. ലാസ്റ്റ് ഇറങ്ങിയതൊരു പടം ഫ്ലോപ്പ് ആയിരുന്നോ? പക്ഷേ തില്ലൊരു ട്രെൻഡ് ആയിരുന്നില്ല ആ ടൈമില്. ഏകദേശം എന്താ പറയാ, ഇദ്ദേഹത്തിന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പേര് തന്നെ ട്രെൻഡാണ്. അതായത് എനിക്ക് തോന്നുന്നു അതിന്റെ അർത്ഥം തമിഴ് ഓഡിയൻസ് മാത്രമല്ല, ഈവൻ മലയാളി ഓഡിയൻസും ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മൂവീസ്. ആൻഡ് ജസ്റ്റ് ഒരു ആക്ടർ മാത്രമല്ല, ഡയറക്ടറും കൂടിയാണ്. അപ്പോൾ ഡയറക്ടർ പ്ലസ് ആക്ടർ രണ്ട് സംഭവം കൂടി വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഓരോ ആ പൾസ് അനുസരിച്ചിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നത്. ആക്ച്വലി പൾസ് അറിഞ്ഞ് കാലത്തിനനുസരിച്ച് മൂവി ഇറക്കാം. മറ്റേ ഒരു പഴയ കാലത്തെ മൂവിയല്ല. ഇപ്പൊ എന്താണോ ചില സമയത്ത് നമ്മൾ ചില മൂവീസ് ഉണ്ടാവാറില്ലേ, പണ്ട് ഇറങ്ങി പക്ഷെ ആ സമയത്ത് അതായിരുന്നില്ല സിറ്റുവേഷൻ, പുതിയ കാലത്തെ പടമായി പക്ഷെ അത് പൊട്ടിപ്പോയി, അങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഇറങ്ങിയിട്ട് പഴയ ലുക്കിലുള്ള പടം ഇറങ്ങും. ഇതെന്ന് വെച്ചാൽ കറക്റ്റ് പ്രദീപ് രംഗനാഥ് മൂവി എന്ന് പറഞ്ഞാൽ അത് ഈ കാലഘട്ടത്തിലെ മൂവി ആയിരിക്കും, നമുക്ക് വേഗം റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ ഇൻസിഡൻസും ഭയങ്കര റിലേറ്റബിൾ ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇപ്പൊ ഡ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ OTT വന്നപ്പോഴാണ് കുറച്ച് നെഗറ്റീവ് ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ തിയേറ്ററിൽ ഓടുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവർക്കും എന്താ പറയുക ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. പിന്നെ നമുക്ക് അറിയാലോ അതിനകത്തെ കോൺസെപ്റ്റ്, നമ്മൾ പടം കണ്ടിട്ടില്ല പക്ഷെ കോൺസെപ്റ്റ് അറിയാം. കോൺസെപ്റ്റ് അറിയാം, എനിക്കറിയില്ല കേട്ടോ. അല്ല ഏകദേശം കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുന്ന സമയം നമുക്ക് അറിയാം അതെല്ലാവർക്കും ഡൈജസ്റ്റ് ആവുന്ന തരത്തിലുള്ള സംഭവമല്ല. പക്ഷെ അതുമാതിട്ടുള്ള കുറെ ഇൻസിഡൻസ് റിയൽ ലൈഫിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പറയില്ല റിയാലിറ്റി വുഡ് ബി ട്രൂത്ത് വുഡ് ബി ബിറ്റർ എന്ന് പറയില്ല, അതുപോലെയാണ് ഏകദേശം. ഞാൻ എന്താ പറയാ കോൺസെപ്റ്റ് നോക്കാൻ നമുക്ക് കാണണം എന്നുള്ളൊരു ഇതുണ്ട്, ലിസ്റ്റിലുള്ള ഒരു പടമാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും അത് എന്താ കാണാത്തതെന്ന് അറിയോ, പല മൂവീസ് ഇപ്പൊ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാത്തതിന്റെ റീസൺ എന്ന് വെച്ചപ്പോൾ നമ്മള് ഒന്നുകിൽ വേറെ ഏതെങ്കിലും എന്തെങ്കിലും മൂവീസ് നമ്മളിപ്പോൾ റിയാക്ഷൻ കറന്റ് ചെയ്തുകൊണ്ടിരിക്കണായിരിക്കും. അപ്പൊ എഗെയിൻ നമ്മളിപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളിപ്പോൾ പോയിട്ട് അപ്പൊ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ ടൈം ഇത് തന്നെ ആയിരിക്കും വരുന്നത്. മൂവി കാണാൻ നമുക്ക് ടൈം കിട്ടാറില്ല. അതാണ് ഇപ്പൊ ഈവൻ OTT വന്നിട്ട് പോലും ചില മൂവീസ് കാണാന്ന് വിചാരിച്ചാൽ അതിന് വേണ്ടിയിട്ട് ഒരു ടൈം മാറ്റി വെക്കുന്ന നമ്മൾ പറ്റാറില്ല. കാരണം റീസെന്റ് നമ്മൾ മലയാളത്തിൽ ഇത് പെറ്റ് ഡിറ്റക്റ്റീവ് നമ്മൾ തിയേറ്ററിൽ കാണാമെന്ന് വിചാരിച്ചായിരുന്നു. അതിന്റെ റിപ്പോർട്ടൊക്കെ കേട്ടപ്പോൾ പിന്നെ OTT വന്നിട്ട് കാണാമെന്ന് വിചാരിച്ചു, ഇപ്പോഴും കാണാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് മൂവീസ് നമ്മൾ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലത്തെ ഉള്ള ഒരു സംഭവമാണ് ഡ്യൂഡ് മൂവിയും. കാരണം ഡ്യൂഡ് നമുക്കറിയാം അദ്ദേഹത്തിന്റെ എല്ലാ മൂവീസ് ഇപ്പൊ നമ്മളെ ഫസ്റ്റ് മൂവിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലവ് ടുഡേ ഒഴിച്ച് ലവ് ടുഡേ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡ്രാഗൺ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഡ്രാഗൺ റിയാക്ട് കഴിഞ്ഞ മുന്നെയാണ്, അതിന് മുന്നേ റിയാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ കമ്പാക്റ്റിൽ ഡ്രാഗൺ എനിക്ക് കണ്ട പോലെ ഉള്ളത് റിയാക്ഷൻ ചെയ്ത പോലെ ഇല്ല. അതായത് നമ്മൾ ഫുൾ സ്ട്രെച്ചിലായിരുന്നു കണ്ടേ, അറിയില്ല ചിലപ്പോൾ ആയിരിക്കും. എനിക്കത് മൂവി കണ്ട പോലെ ഉള്ളത് ചിലപ്പോൾ അതായിരിക്കും കേട്ടോ, അങ്ങനെ ഒരു ഫീൽ ഉള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ മൂവീസ് എനിക്കറിയില്ല എന്തോ ഒരു ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി ആണ്. പ്രദീപ് രംഗനാഥൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടർ പ്ലസ് ഡയറക്ടർ എന്ത് വിളിക്കുന്നത് മനസ്സിലാവുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പൊ ഇനി ആക്ടർ തന്നെ പറഞ്ഞാൽ മതി. കാരണം എന്താ പറയുക, ഫസ്റ്റ് മൂവി മാത്രമേ ഡയറക്ട് ചെയ്തിട്ടുള്ളൂ, പിന്നെയുള്ള പടങ്ങൾ ഫസ്റ്റും രണ്ടും ഡയറക്ട് ചെയ്തു. പക്ഷെ അതിനുശേഷം എല്ലാത്തിലും ആക്ടിങ് ആണ് കൂടുതൽ. ഇപ്പൊ ലാസ്റ്റ് ഇപ്പം ഡ്രാഗൺ ആണെങ്കിലും ഡ്യൂഡ് ആണെങ്കിലും ആക്ടിങ് ആണ്. പക്ഷേ ലവ് ടുഡേ അല്ല, ലവ് ടുഡേ ഡയറക്ടർ പ്ലസ് ആക്ടർ രണ്ടും കൂടി കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ പടത്തിന്റെ പറയാനുള്ളത് വിഘ്നേഷ് ശിവനാണ് റിട്ടേൺ ആൻഡ് ഡയറക്ഷൻ, അനിരുദ്ധാണ് മ്യൂസിക്. ഈ പാട്ട് എഴുതിയിരിക്കുന്നതും പാട്ടിന്റെ ലിറിക്സും വിഘ്നേഷ് ശിവൻ തന്നെയാണ്. അപ്പം എന്താണ് ആ ഒരു സംഭവം, കാരണം അദ്ദേഹത്തിന്റെ പാട്ടുകളും ട്രെൻഡ് ആവാറുണ്ട്, പടം മാത്രമല്ല. ഞാൻ ഈ പാട്ട് കേട്ടിട്ടില്ല, അല്ല അങ്ങനെയല്ല, വന്നിട്ടില്ല തോന്നുന്നു ട്രെൻഡിൽ. എന്തായാലും വരാൻ സാധ്യതയുണ്ട്. വരുന്നതിന് മുന്നേ നമുക്ക് അല്ല, ഇതിന് മുന്നേ ഊറും ബ്ലഡ് പണ്ട് ഇറങ്ങിയപ്പോഴും അങ്ങനെ ആയിരുന്നു, എവിടെയും ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ പിന്നീട് ഒരു കയറ്റം പിന്നീട് ഏകദേശം ചില ട്രെയിലറും ടീസറൊക്കെ കാണുന്ന പോലെയാണ്. അതായത് ചിലത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഇഷ്ടപ്പെടില്ല, പക്ഷെ അതിന് ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര അഡിക്ഷൻ. അതുപോലെയായിരുന്നു ജനനായകനിലെ സോങ്. അതായത് ഫസ്റ്റ് നമ്മള്
കച്ചേരി ഫസ്റ്റ് കേട്ടപ്പോൾ എന്ന് വെച്ചാൽ ഒരു നോർമൽ പാട്ട്, പക്ഷെ സെക്കൻഡ് ടൈം തേർഡ് ടൈം നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു അഡിക്ഷൻ ഫീൽ ആയി, അത് എന്തോ ഒരു സംഭവം വരും. അതുപോലെയാണ് മൈ ബി അദ്ദേഹത്തിന്റെ സോങ്സ് അങ്ങനെയായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ട്രെൻഡിൽ വരുന്ന നമുക്ക് ചെയ്യാം. ട്രെൻഡില് ചെറിയ ട്രെൻഡായി അങ്ങനെ പറയാം. തുടങ്ങിയാലോ? സെൻസേഷണൽ மண்ட மேல தூக்கி மொத்த ஓதணும், வீங்கி போகணும் தெத்து பல்லு தாக்கி எக்கச்சக்கமா ஆசரி கடி சட்டக்குள்ள தேக்கி எந்த ஜன்மத்துல என்ன செஞ்சியோ மிச்ச சொச்ச பாக்கி சாமி நீதானடி, என் சாமி நீதானடி, என் சாமோ நீதானடி, என் சாந்தி நீதானடி. பட்டுமா கொக்கன்னு மொக்கிட்டி பப்பிமா சட்டுன்னு சுட்டுட்டி உச்சிமா சிக்குல சிக்கிட்டேனே பாவா கொட்டுன்னு கொட்டுட்டி என்ன தக்கிட்டி கைட்டி மாட்டிட்டி பட்டுமா மொத்தமா ஏறிட்டி கால மாறிட்டி நெஞ்ச கீறிட்டி பாவமா ஒரு கைப்படாத ரோசா கைப்படாத ரோசா போன் வளர்த்த லூசா கொடுத்தலா கோடி வியூசா கொட்டிட ரீல்ஸா ஓ கையில போனா நான் இருப்ப கிளீனா உனக்கு நேற்று விட்ட கிறுக்கனானா சொக்க தங்க மாடி நீ இறங்க மாடி வாடி வந்து கட்டி கூடி நெத்தியடி வேண்டி கெஞ்சுதடி காடி முத்த சரவேடி சாமி நீதானடி என் சாமி நீதானடி என் சாமோ நீதானடி என் சாந்தி நீதானடி. கொட்டுட்டி பட்டுமா பொக்குன்னு மொக்கிட்டி பப்பிமா சட்டுன்னு சுட்டுட்டி உச்சிமா சிக்குல சிக்கிட்டேனே பாவா கொட்டுன்னு கொட்டுட்டி என்ன தக்கிட்டி கைட்டி மாட்டிட்டி பட்டுமா மொத்தமா ஏறிட்டி கால மாறிட்டி நெஞ்ச கீறிட்டி பாவமா நான் இங்கே இருக்கும் போதே இப்படி பார்க்கணும், இல்லாதப்போ கையை கொடு. லைட் கிட்ட இருந்து தப்பிக்கவே முடியாது. பிரேக்கப். പക്ക മറ്റേത് ന്യൂ ട്രെൻഡി എന്നുള്ള പറയില്ലേ, അതായത് പുതിയ സാധനങ്ങൾ എടുത്തിട്ട് അങ്ങോട്ട് ചെയ്യുന്ന രീതി. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനെ വെച്ചിട്ട് ഇപ്പോൾ ഒരാളെ മൂവി ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ആ ഒരു സെൻസേഷൻ, അതായത് അദ്ദേഹത്തെ വിളിക്കുന്ന പോലെ തന്നെ സെൻസേഷണൽ. ഓക്കെ, അപ്പോൾ ഏകദേശം എന്താ പറയാ ആ ഒരു ട്രെൻഡ് വെച്ചിട്ടായിരിക്കും അദ്ദേഹത്തിന് വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതും ആ ഒരു കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാം ആ ഒരു മോഡിൽ വരുന്ന സമയത്ത്, ബിക്കോസ് അതെല്ലാം എന്നുണ്ടെങ്കിൽ എല്ലാം ഭയങ്കര നോർമൽ മൂവി തന്നെയാണ്. അതായത് വലിയൊരു മറ്റേ ഭയങ്കര കഥ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്താ പറയാ ഐറ്റം എന്താ പറയുക ഭയങ്കര ഒരു ട്രെൻഡിങ്, നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന സംഭവങ്ങൾ. അതായത് എനിക്ക് തോന്നിക്കണം മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ റിലേറ്റബിൾ ആയിട്ട് പോവുക സ്റ്റോറി ആ ഒരു രീതിയിൽ ഇപ്പം ഈ ഒരു സോങ്ങിൽ തന്നെ ആ ഒരു വിഷ്വലൈസേഷൻ കാണിച്ചിരിക്കുന്നതും അതിൻ്റെ അകത്ത് ആ ഒരു സ്കോറ് വന്നിരിക്കുന്ന രീതിയും എല്ലാം ഒരു പുതുമയുണ്ട്.
ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് കൊണ്ടുവരുന്നത്. ആൻഡ് ഈ അണിയറയിലുള്ള ആൾക്കാർ ഗംഭീരമായിട്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത ആൾക്ക്, പ്രത്യേകിച്ച് രവിവർമ്മൻ വായിച്ചു നിന്നല്ല അവിടെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി എനിക്കൊന്നും അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു. ആ ഒരു വിഷ്വലൈസേഷൻ നല്ല ഭംഗിയിൽ തന്നെ. പിന്നെ യോഗി ബാബു ഒരു കോമ്പിനേഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും സംഭവം പൊളിക്കും. പിന്നെ വിഘ്നേഷ് ശിവൻ അറിയാം, അത്യാവശ്യം നല്ല ടാലൻ്റ് ആയിട്ടുള്ള ഡയറക്ടർ പ്ലസ് ആക്ടർ പ്ലസ് എന്തൊക്കെയോ ആണ്. ഡയറക്ടർ സോങ്സ് ഒക്കെ എഴുതും അല്ലേ? അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇനിയിപ്പോ നമ്മൾ ഈ സോങ്ങിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആ ഒരു വൈബായിട്ട് ഒത്തുപോകുന്ന രീതിയിലാണുള്ളത്. അത് അനിരുദ്ധ് റൊമാൻറ്റിക് പാട്ട് ചെയ്യുമ്പോൾ ഈ ഒരു മോഡായിരിക്കും അല്ലേ? ഇതിന് മുന്നേയും എനിക്കൊന്ന് 1-2 സോങ് നമ്മൾ കേട്ടപ്പോൾ അനിരുദ്ധ് റൊമാൻറ്റിക് പാട്ട് ചെയ്താൽ നല്ല രസമാണ്. അതിന് വേറൊരു ഓളം ഉണ്ടാവും. പക്ഷെ അത് അധികം ചെയ്യാറില്ല അല്ലെ? ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അദ്ദേഹം പാടുകയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തന്നെയല്ലേ പാടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു എനിക്ക് ജവാനില് പാടിയിട്ടുണ്ട്. ജവാനില് മാത്രമല്ല കുറെ സിനിമയിലുണ്ട് ഇങ്ങനത്തെ റൊമാൻറ്റിക് ട്രാക്ക് വരുമ്പോൾ വേറെ രസമാണ്, വേറൊരു ഫീൽ ആയിരിക്കും ഭയങ്കര അല്ലെ? പിന്നെ റിപ്പീറ്റ് അടിച്ച് കേൾക്കാൻ പറ്റുന്ന മാസം എന്നുള്ള രീതിയിലല്ലേ വരാറ് എപ്പോഴും. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ പറയാ പാട്ടിനെ പറ്റിയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.